നന്നല്ല, നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല, നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല. നെല്ലും പതിരും തിരിച്ചറിഞ്ഞിടണം, എല്ലാരും മാവേലിമാരല്ല, നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല, നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല. സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഹലോ 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 ഹലോ. സഹൃദയരായ LVCRC കലാസ്നേഹികളെ, കഴിഞ്ഞ വർഷത്തെ തുള്ളലിനും തള്ളലിനും ശേഷം ഞങ്ങളിതാ വന്നിരിക്കുകയാണ് ഒരു കഥാപ്രസംഗവുമായി. കഥ അധിക പ്രസംഗമാവുകയാണെങ്കിൽ സദയം ക്ഷമിക്കുക. ഈ കഥയിലെ കഥാപാത്രങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും സാദൃശ്യം തോന്നുകയാണെങ്കിൽ അത് തികച്ചും മനഃപൂർവമാണ്. നിങ്ങളുടെ എല്ലാവരുടെയോടും തള്ളിക്കുളികളോടുകൂടി ഞങ്ങളിതാ ആരംഭിക്കട്ടെ. പല പല നാളിൽ കുത്തിയിരുന്നിട്ട് എഴുതിയ കഥയാണേ, കട്ടൻ കാപ്പിയും കുടിച്ച് ഞങ്ങൾ പടച്ച കഥയാണേ. പല പല നാളിൽ കുത്തിയിരുന്നിട്ട് എഴുതിയ കഥയാണേ, കട്ടൻ കാപ്പിയും കുടിച്ച് ഞങ്ങൾ പടച്ച കഥയാണേ. പല പല നാളിൽ തക തക പല പല നാളിൽ തക തക പല പല നാളിൽ കുത്തിയിരുന്നിട്ട് എഴുതിയ കഥയാണേ, കട്ടൻ കാപ്പിയും കുടിച്ച് ഞങ്ങൾ പടച്ച കഥയാണേ, ഞങ്ങൾ പടച്ച കഥയാണേ. അതെ, ഞങ്ങൾ പഠിച്ച ആ കഥയുടെ പേരാണ് ഉൽപ്പലാക്ഷനാണ് താരം, അഥവാ താരമാണ് ഉൽപ്പലാക്ഷൻ. അതെ, ഉൽപ്പലാക്ഷൻ ഒരു താരമാണ്. ഈ കഥ നടക്കുന്നത് അങ്ങ് ദൂരെ, ആ മനോഹരമായ കൊച്ചരുവികളും കൊച്ചു കിടാങ്ങളും ആർത്തുല്ലസിച്ച് നടക്കുന്ന ആ പാലക്കാടൻ ഗ്രാമത്തിൽ അല്ല. ഇത് നടക്കുന്നത് ടെക്കികളും പോളിട്രിക്കുകളും തിമിർത്തു വാഴുന്ന ഉദ്യാന നഗരിയിലെ ഒരു പ്രമാദമായ അപ്പാർട്ട്മെന്റിലാണ്. ഓ, മനസ്സിലായി മനസ്സിലായി, LVCRC ആയിരിക്കും. തന്നെ. അങ്ങനെ അപ്പാർട്ട്മെന്റിലെ ഒരു തിങ്കളാഴ്ച ദിവസം, സമയം ഉച്ചയെ മുക്കാൽ. മാത്രം. എങ്ങും കനത്ത നിശബ്ദത. എന്താ കാര്യം? പണിയെടുക്കേണ്ടവരെല്ലാം രാവിലെ തന്നെ ഉണർന്നെഴുന്നേറ്റ് ഓഫീസിലേക്ക് പോയിരിക്കുന്നു. എന്നാൽ ഈ പോയവരൊക്കെ അവിടെ എത്തിയോ? അതുമില്ല. പിന്നെ അവരൊക്കെ എവിടെയാ? ബ്ലോക്ക് മേലെ ബ്ലോക്ക് വെച്ച് കിലോമീറ്റർ ക്യൂ വിട്ട് തെറി കേൾക്കും വഴിയല്ലോ കൂടുലു. ബ്ലോക്ക് മേലെ ബ്ലോക്ക് വെച്ച് കിലോമീറ്റർ ക്യൂ വിട്ട് തെറി കേൾക്കും വഴിയല്ലോ കൂടുലു. ഇവളാണ് പണിമുടക്കി, ഇവളാണ് പണിമുടക്കി. അങ്ങനെ നാട്ടുകാരൊക്കെ കൂടുതൽ ബ്ലോക്കിൽപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് അപ്പാർട്ട്മെന്റിലെങ്ങും ആരുമില്ല. എങ്ങും കനത്ത നിശബ്ദത. അങ്ങനെയുള്ള ആ നിശബ്ദതയോടെ മാറ് പിളർന്ന് എന്തേലുമൊക്കെ പിളർന്ന് ഫ്ലോകളല്ലേ. ഇപ്പോഴാ പറഞ്ഞ സാധനം പിളർന്ന് ഒരു കനത്ത ശബ്ദം. ബെഡ്റൂമിന്റെ വാതിൽ തുറന്ന് ഇറങ്ങി വരികയാണ് സുഹൃത്തുക്കളെ നമ്മുടെ കഥാനായകൻ ഉൽപ്പലാക്ഷൻ. ഇറങ്ങി വരികയാണ് സുഹൃത്തുക്കളെ നമ്മുടെ കഥാനായകൻ ഉൽപ്പലാക്ഷൻ. 5 അടി 10 ഇഞ്ച് പൊക്കം, പൂരാടം നക്ഷത്രം, ഹെക്സാവയർ കമ്പനിയിലെ സോഫ്റ്റ് വയറൻ എഞ്ചിനീയർ, 6 ശമ്പളം, വയസ്സോ 40. ഈ നോട്ടി 40 പ്രായം എന്നൊക്കെ പറയാം. ഈ പ്രായത്തിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. എന്താന്നല്ലേ?
ഈ പ്രായത്തിലാണ് ചിലർക്കൊക്കെ ചില മോഹങ്ങളൊക്കെ അങ്ങോട്ട് വരിക. പ്രായം നമ്മിൽ മോഹം നൽകി, നാട്ടാർ നടുവിന് ചവിട്ടം നൽകി, നടുവിൽ വലിയൊരു മുഴയും കിട്ടി, മുഴയിൽ പിന്നെ കുഴമ്പും പുരട്ടി, നടപ്പാണുൽപ്പലാക്ഷൻ, അയ്യോ കിടപ്പാണുൽപ്പലാക്ഷൻ, അമ്മേ നടപ്പാണുൽപ്പലാക്ഷൻ, അയ്യോ കിടപ്പാണുൽപ്പലാക്ഷൻ. അങ്ങനെയുള്ള നമ്മുടെ കഥാനായകൻ ഉൽപ്പലാക്ഷൻ ഇറങ്ങി വരികയാണ് സുഹൃത്തുക്കളെ, ഇറങ്ങി വരികയാണ്. നേരെ വന്ന് കക്കൂസിന്റെ വാതിൽ തുറന്ന് ഒന്നങ്ങോട്ട് സാധിച്ചു. ഫ്ലഷ് ഞെക്കി, നോ റിയാക്ഷൻ. വീണ്ടും ആഞ്ഞു ഞെക്കി, വീണ്ടും നോ റിയാക്ഷൻ. എന്താ കാര്യം? വെള്ളമില്ല. വെള്ളമില്ല. അപ്പൊ തന്നെ മൊബൈൽ എടുത്ത് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് അങ്ങോട്ട് വിട്ടു. നോ വാട്ടർ ഇൻ ജെറ്റ് ടൈപ്പ്, മെൻകോം പ്ലീസ് ടേക്ക് കെയർ. പണി കഴിഞ്ഞു. ആത്മാർത്ഥമായി പണിയെടുക്കുക എന്നത് അദ്ദേഹത്തിന് വളരെ ഇഷ്ടം. ഇല്ലാത്ത കാര്യമാണ്. ഈ വിയർപ്പിന്റെ അസുഖം ഉള്ളത് കൊണ്ട് മടി മാറാനുള്ള മരുന്ന് കഴിക്കാറുണ്ടത്രേ. പക്ഷേ വീട്ടിലെ എന്താവശ്യത്തിനും അവൻ ഒരിക്കലും ഉണ്ടാവാറില്ല. എന്നാലോ തള്ളിന് യാതൊരു കുറവുമില്ല. ഭാര്യയുടെ അടുത്ത് ഞാൻ ഇന്ന് പച്ചക്കറി കൊണ്ടുവരും, പാല് കൊണ്ടുവരും, മുട്ട കൊണ്ടുവരും, നല്ലോണം പഴുത്ത 4 ഖാത്ത, 5 STP പൈപ്പ് ലൈൻ, വല്ലവന്റെയും കുളിമുറിയിൽ എത്തി നോക്കാനുള്ള പറ്റുന്ന ലാഡർ എന്ന് മാൻകോം തള്ളുന്ന മാതിരി അതൊക്കെ കൊണ്ടുവരുന്ന പറയുന്നത് വീട്ടില്. അപ്പൊ ആ പീസിലോ വരുന്ന എല്ലാ പണികളും നല്ല വൃത്തിയായി വല്ലോരുടെയും തലയിലിട്ടിട്ട് കൊടുക്കും. ഈ ആത്മാർത്ഥത കണ്ടിട്ട് ഒരിക്കൽ മാനേജർ പറയാ, അതുകൊണ്ട് മോൻ ഇന്ന് മുതൽ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുക്കണ്ട, വീട്ടിലിരുന്ന് പണിഞ്ഞോണ്ടാ മതി. അന്ന് മുതൽ അദ്ദേഹം വർക്ക് ഫ്രം ഹോം ആണ്. എന്ത് വർക്ക്? സ്റ്റാർ മാർക്കറ്റിലെ വായനോട്ടം, ഫാത്തിമയിലെ വാചകവടി, മണിയുടെ കടയിലെ മീനെണ്ണൽ, പിന്നെ ലോല കാണുന്ന ബ്യൂട്ടി പാർലറിലെ പെണ്ണുങ്ങളുടെ കണക്കെടുപ്പ്, ഇതൊക്കെ തന്നെ. ഈ ഇത്രയൊക്കെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് തോന്നിക്കാണും അവനൊരു അലമ്പനാണെന്ന്. പക്ഷെ അങ്ങനല്ല. അവൻ ചിട്ടയായി ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ പക്ഷെ കുളിക്കില്ല. എന്നിട്ടോ മോന്തക്കെല്ലാം കുറെ പൗഡറും വാരി തേച്ചങ്ങിറങ്ങും. എത്ര ഇട്ടിട്ടും ഒരു ഗും കിട്ടുന്നില്ല. പിന്നെ മനസ്സിലൊരു വിഗ്രഹത്തെ അങ്ങോട്ട് ധ്യാനിച്ചു. 2 ലോഡ് പുട്ടിയും ഇട്ട് കേരള നടനം. 2 ലോഡ് പൊട്ടിയിട്ട് കേരള നടനം കൊഴിപ്പിച്ച നമ്മുടെ നടന തിലകം യാമിനി സെബാസ്റ്റ്യൻ തന്നെ സെറ്റായി. ഇവൻ ഈ പൗഡറെല്ലാം വാരിപ്പൊത്തി കുട്ടപ്പനാകുന്നത് എന്തിനാ? മോളെ സ്കൂളിൽ വിടാൻ. അപ്പൊ നിങ്ങൾ കരുതും മോളെ പഠിപ്പിച്ച് ഡോക്ടറാക്കാനാണെന്നല്ലയോ? അല്ല, മോളെയും കൊണ്ട് ഗേറ്റിലെത്തുമ്പം അവിടെ കാണുന്ന കാഴ്ച കണ്ടില്ലേ കണ്ടില്ലേ പെണ്ണിൻ സൈന്യം കണ്ടില്ലേ, പിള്ളേർക്കുള്ള വെള്ളവും ചോറും തോളിലേന്തി. കണ്ടില്ലേ കണ്ടില്ലേ പെണ്ണിൻ സൈന്യം കണ്ടില്ലേ, ചെറപറയുള്ളി കുറ്റം പറച്ചിലാർക്കു വേണ്ടി. എടി വീണേ എടി സീനെ, വീണേ സീനെ സഞ്ജു അഞ്ജു, ഞങ്ങളെ നോക്കി ഒന്നു ചിരിച്ചാൽ നഷ്ടം എന്തടി സൂസമ്മേ. ഞങ്ങളെ നോക്കി ഒന്നു ചിരിച്ചാൽ നഷ്ടം എന്തടി സൂസമ്മേ. ഉത്തരവാദിത്തമുള്ളവനായതുകൊണ്ട് സ്വന്തം കൊച്ചിനെ മാത്രല്ല അപ്പാർട്ട്മെന്റിലെ സകല കൊച്ചുങ്ങളെയും 5, 10, 20 തുടങ്ങി 40 വയസ്സ് വരെയുള്ള എല്ലാ കൊച്ചുങ്ങളെയും വണ്ടിയിലും വീട്ടിലും കയറ്റി വിട്ടിട്ടേ കക്ഷി വീട്ടിൽ കയറാറുള്ളൂ. അങ്ങനെ ഒരു ദിവസം എല്ലാരും കയറ്റി വിട്ടിട്ട് നേരെ വീട്ടിലെത്തി സോഫയിൽ അങ്ങോട്ട് ചാച്ചി റിമോട്ട് എടുത്തു. ഒന്ന് ഞെക്കി, നോ ഡിസ്പ്ലേ. ഒന്നുകൂടി ഞെക്കി, വീണ്ടും നോ ഡിസ്പ്ലേ. ഓടിപ്പോയി റൂമിനകത്ത് എല്ലാ ലൈറ്റും ഇട്ടു. വീണ്ടും നോ ഡിസ്പ്ലേ. എന്താ കാര്യം? ബെസ്കോം പണി പഠിച്ചു. അപ്പൊ തന്നെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് അങ്ങോട്ട് വിട്ടു. കറണ്ട് ഉണ്ടോ?
ഇല്ല. എല്ലാരും പറഞ്ഞു ഉണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ മാത്രം ഇല്ല. എന്താ കാര്യം? ബെസ്കോം പടി പറ്റിച്ചു. ആ ബെസ്കോം ഭാനുഭാവൻ ശിരസ് വളർന്ന് അന്തരിക്കട്ടെ എന്നും പറഞ്ഞ് ഓടി താഴെ ഇറങ്ങി FM-ന്റെ റൂമിലെത്തി. അവിടുത്തെ കാഴ്ച ഹൃദയഭേദകം. ഫോണിൽ അപ്പുറത്ത് നിന്നും ഏതാണ്ട് എന്തൊക്കെയോ തെറിവിളി കേട്ട് വടിയായി പോയ FM അണ്ണൻ. ആ പ്രതീക്ഷയും പോയി. പിന്നെ ഒരു ഗാനം മാത്രം. കണ്ടു കണ്ടു കരണ്ടു കണ്ടു 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 കരണ്ടു കണ്ടിട്ട് എത്ര നാളായി ഏലോ ഏലോ ഏലയ്യോ. കണ്ടു കണ്ടു കരണ്ടു കണ്ടിട്ട് എത്ര നാളായി ഏലോ ഏലോ ഏലയ്യോ. ഒത്തിരി നാളായി ഒത്തിരി 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 നാളായി ബില്ലടച്ചിട്ട് ഒത്തിരി നാളായി. അങ്ങനെ അവസാനം ബില്ല് അടച്ച് ബെസ്കോം നമോ നമ എന്നും പറഞ്ഞ് ജപിച്ച് ഫ്യൂസും കെട്ടി നെഞ്ചും മിരിച്ച് ഒരു നടപ്പാണ്. എന്താ സന്തോഷം. തിരിച്ചു വന്ന് വീണ്ടും കുത്തിയിരിക്കുന്ന പണി തുടങ്ങി. പിന്നെ വൈകുന്നേരം വരെ കണ്ടിടെല്ലാം സുഖമായൊന്നു കറങ്ങിയടിച്ച് പതിവ് പണിക്കിറങ്ങി. എന്ത് പണി? വായനോട്ടം. ആ താഴത്തെ പാർക്കിങ്ങിൽ കൂടെ വായി നോക്കി നടന്നപ്പോ ഏതാണ്ടൊരു വള്ളിക്കട്ടയിൽ തട്ടി മൂക്കും കുത്തി താഴേക്ക് നോക്കുമ്പോ എന്താ ഒരു കാറും അതിന്റെ പാർക്കിങ്ങിന് ചുറ്റും കുറെ റിബണും. എന്തരടേ ഇത്? കാറ് പൂജയ്ക്ക് വെച്ചിരിക്കുന്നു? പൂജയ്ക്കൊന്നും വെച്ചതല്ല, സ്ക്രാച്ച് ആവാതിരിക്കാൻ ഏതോ വലിയ സാറ് കെട്ടിവെച്ചിരിക്കാ റിബൺ. ഇപ്പൊ ശരിയാക്കി തരാം. അങ്ങനെ 4-5 മാന്തും കുറെ പിച്ചും വെച്ച് കൊടുത്ത് കാറിനിട്ട്. അല്ല പിന്നെ ഒരുത്തനെ ദ്രോഹിച്ച സന്തോഷത്തിൽ തിരിയുമ്പോഴാണ് അത് കേട്ടത്. ഈ പട്ടാളക്കാരുടെ ദേഹം പേടിച്ചു. ഒരു തൂണിന് മുന്നിൽ മറിഞ്ഞു നിന്ന് എത്തി നോക്കി. എന്താ കാര്യം? മേജർ സാജനും കണ്ണൂർ റെജിമെന്റും മാർച്ച് പാസ്റ്റിലാ. ആര്? മേജർ സാജൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നടക്കാനാന്ന് പറഞ്ഞിറങ്ങിയതാ. ഓ സമാധാനം ചവിട്ടി താത്തിയില്ലല്ലോ. സമാധാനം. ഒന്ന് കരങ്ങി അടിച്ച് തിരിച്ചു വന്നപ്പോൾ അതാ ഒരു പാട്ട്. നമ്മുടെ ആംഫി തിയേറ്ററിലെ ഫിറ്റ്നസ് ലവ് തലക്ക് പിടിച്ച പിള്ളേരുടെ എയറോബിക്സ് ക്ലാസ്. എന്ത് ഫിറ്റ്നസ് ലവ്? നേരെ വായും പൊളിച്ച് അങ്ങോട്ട് വിട്ടു. ആ ക്യാമറയും കടിച്ചു നോക്കി കുരച്ച് നടക്കുന്ന ഒരു ചെറുക്കനുണ്ട്. ഇവിടെങ്ങാനുണ്ടോ? ഫോട്ടോഗ്രാഫർ ഓഫ് ഇന്ത്യ. എങ്ങാനും കണ്ടാൽ പണി പൂട്ടി. എന്നാലും രണ്ടും കൽപ്പിച്ച് അങ്ങ് നോക്കി നിന്നു. അപ്പൊ തന്നെ അപ്പാർട്ട്മെന്റിൽ വെള്ളം വന്നു. എന്താ കാര്യം? ഒലിപ്പിച്ചു വിടുകയാണല്ലോ കക്ഷി. അങ്ങനെ ഒലിപ്പീര് കൂടിയപ്പോ പെണ്ണുങ്ങളുടെ വക സ്നേഹപ്രകടനം. പോടെ ഇറക്കാം. അപ്പോഴേ സ്ഥലം കാലിയാക്കി നേരെ വീട്ടിൽ വന്ന് സോഫയിൽ അങ്ങ് ചാച്ചി. ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ജീവിപ്പതാർക്കു വേണ്ടി അറിയില്ലല്ലോ. ഇങ്ങനെയൊക്കെ കാലം ചെയ്ത അദ്ദേഹം ഒരു ദിവസം രാവിലെ ഒരു പത്രം എടുത്ത് നോക്കിയപ്പോൾ ദാ ഒരു പരസ്യം. പ്രശസ്ത സിനിമാ നടി ശ്രീമായ ഡാൻസ് സ്കൂൾ തുടങ്ങിയിരിക്കുന്നു. അതും HSR-ൽ. പെട്ടെന്ന് ഉൽപ്പന് അല്പസ്വല്പം താല്പര്യമൊക്കെ ഉത്ഭവിച്ചു. അപ്പൊ തന്നെ കുളിക്കാതെ പൗഡർ ഇട്ട് മോളെയും പൊക്കിയെടുത്ത് ഇറങ്ങി ഭാര്യ ചോദിച്ചു, എങ്ങോട്ടാ? നമ്മുടെ മോളെ ഡാൻസ് പഠിപ്പിക്കണ്ടേ? അതിനവൾ ഇപ്പൊ തന്നെ 2 മൂവിന് പോണ്ടല്ലോ. 2 മൂവ് അതൊക്കെ ഒരു ഡാൻസ് ആണോ? നീ ശ്രീമായ ശ്രീമായ എന്ന് കേട്ടിട്ടുണ്ടാ? എവിടെ എവക്കൊക്കെ എന്തോന്ന് ശ്രീമായ, എന്തോന്ന് കല, എന്തോന്ന് ഡാൻസ്. നീ നമ്മുടെ A ബ്ലോക്കിലെ ഡാൻസുകാരെ കണ്ടിക്ക, B ബ്ലോക്കിലെ ഡാൻസുകാരെ കണ്ടിക്ക, C ബ്ലോക്കിലെ ഡാൻസുകാരെ കണ്ടിക്ക, RCയിലെ ഡാൻസുകാരെ കണ്ടിക്ക. വാ ഇപ്പൊ തന്നെ കണ്ടതേ ഉള്ളൂ. ജില്ലം ജില്ലാല ജില്ലം ജില്ലാല. എന്തൊരു പെർഫോമൻസ്. എൻ്റെ അമ്മച്ചി പെറ്റ തള്ള സഹിക്കൂലേട്ടാ. ഉൽപ്പൻ
അപ്പൻ ഇതും പറഞ്ഞ് കൊച്ചിനെ എടുത്ത് നേരെ സിറിയമായയുടെ അടുത്ത് പോയി ദക്ഷിണയും കൊടുത്ത് ഫോട്ടോയും എടുത്ത് തിരിച്ചു വന്നു. അങ്ങനെ ശ്രീമായെ കണ്ട ആക്രാന്ത പുളകിതനായ ഉൽപ്പൻ മോള് ശ്രീമായക്ക് ദക്ഷിണ കൊടുക്കുന്ന ഫോട്ടോ ഭാര്യയ്ക്ക് കാണിച്ചു കൊടുത്തു. എവിടെ? എന്ത് കുട്ടി എവിടെ? കുട്ടി ഇല്ല, മൊത്തം ശ്രീമായ മാത്രം. ദും 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 ഇടിയുടെ നാദം 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 ദും 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 ഇടിയുടെ നാദം 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 കാലിൻ മുട്ടുകൊണ്ട് കൂമ്പിനിടിയുടെ ഘോഷം കാലിൻ മുട്ടുകൊണ്ട് കൂമ്പിനിടിയുടെ ഘോഷം ദും 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 ഇടിയുടെ നാദം 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 ദും 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 ദുബിനാദം ഇടിയുടെ നാദം. അങ്ങനെ ഇടിയൊക്കെ കൊണ്ട് ഒരു ദിവസം ഓഗസ്റ്റ് 15 ദേശഭക്തി കൂടിയിട്ടാണോ എന്നറിയില്ല, നേരെ പതാക ഉയർത്തുന്നത് കാണാൻ ഫ്ലാഗ് പോസ്റ്റിനടുത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അത് വള്ളിക്കെട്ടാവുന്ന അദ്ദേഹം ഒരിക്കലും നിരീക്ഷിച്ചില്ല കേട്ടോ. അവിടെ എന്താ നമ്മുടെ ഫിറ്റ് ആൻഡ് ഫിറ്റ് ഗ്രൂപ്പിന്റെ ബോഡി മസിൽ ഷോ, മ്യൂസിക് വിത്ത് ബോഡി മസിൽ ഷോ. എല്ലാം പെണ്ണുങ്ങൾ, പിന്നെ ഒന്നും നോക്കിയില്ല. 6 പാക്ക് പ്രധാനെ മനസ്സിൽ ധ്യാനിച്ച് അവരോട് അങ്ങ് കൂടി. നമ്മുടെ കുരുക്കൾ പോഞ്ഞിക്കര ഗ്രീഷ്മ ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് ഇട്ടു. ആര്? നമ്മുടെ പോഞ്ഞിക്കര ഗ്രീഷ്മേ. ശിഷ്യഗണങ്ങളും വിട്ടില്ല, ആ പിറകെ പിടിച്ചു. ഉൽപ്പനും വിട്ടില്ല, അതുപോലെ തന്നെ അങ്ങോട്ട് ഒപ്പിച്ചു. പക്ഷെ നീട്ടി വെച്ച കൈ തിരിച്ചു മടങ്ങിയില്ല. ഒറ്റ നിപ്പ. അവസാനം വേസ്റ്റ് എടുക്കാൻ വന്ന വണ്ടിയിൽ കയറ്റി ആർക്കും വേണ്ടാത്ത ലൈവ് കണ്ടഡ് ഹോസ്പിറ്റലിലും എത്തിച്ച് എനിമയും വെച്ച് ഗ്ലൂക്കോസും കയറ്റിയപ്പോൾ സമാധാനമായി. അങ്ങനെയൊക്കെ ചെറിയ തെറ്റുപഴാടികളൊക്കെ നടക്കുന്ന ഉൽപ്പനെ മദ്യവിരോധം അതിപ്രശസ്താണ്. വിരോധം ഉള്ളത് കൊണ്ടേ എവിടെ മദ്യം കണ്ടു കഴിഞ്ഞാലും അതിനെ കൊല്ലാനുള്ള വാശിയാണ്. അതെങ്ങനെ? കൂട്ടിച്ച് തീർത്തങ്ങോട്ട് കൊന്നുകളയും. സ്ഥിരം വാള് ശീലമുള്ളവൻ ഉഴൈപ്പാളി ഉൽപ്പലാക്ഷൻ MRP സ്പിരിറ്റിന്റെ മുന്നിൽ നിന്നും അടി തുടങ്ങി. അങ്ങനെ സ്ഥിരം വാള് ശീലമുള്ളവൻ ഉഴൈപ്പാളി ഉൽപ്പലാക്ഷൻ MRP സ്പിരിറ്റിന്റെ മുന്നിൽ നിന്നും അടി തുടങ്ങി. അങ്ങനെ വെള്ളം അടിച്ച് മടുക്കുമ്പോൾ പുള്ളിക്കാരൻ ഹെൽത്ത് കോൺഷ്യസ് ആവും. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണല്ലോ, അതുകൊണ്ട് ആ വയറൊന്ന് കുറയ്ക്കണം. നേരെ ജിമ്മിലെത്തി. അവിടെ കണ്ടതോ നമ്മുടെ അർണോൾഡ് പ്രതീഷ് പോൾസൺ കട്ട വെയിറ്റിട്ട് ജിമ്മടിയോടടി. പുള്ളിക്ക് വെറുതെ ജിമ്മിൽ പോയാൽ മാത്രം പോരാ, ജിമ്മും അടിച്ച് ഉടുപ്പ് ഊരി സെൽഫിയും എടുത്ത് ഫാമിലി ഗ്രൂപ്പിലിട്ട് അവൻ അഴിഞ്ഞാടണം. മസിലുകൾ കേറി ഉരുണ്ടതാണോ നാട്ടാരു കേറി നിരങ്ങിയതാണോ? മസിലുകൾ കേറി ഉരുണ്ടതാണോ നാട്ടാര് കേറി നിരങ്ങിയതാണോ? ഫിറ്റ് ആൻഡ് ഫിറ്റിൽ നിന്നും വന്നതാണോ? ഫിറ്റ് ആൻഡ് ഫിറ്റിൽ നിന്നും വന്നതാണോ? ബി ബ്ലോക്കിൽ മസിലെന്നുദിച്ചതാണോ? ബി ബ്ലോക്കിൽ മസിലെന്നുദിച്ചതാണോ? ഹലോ 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 ഹലോ. അങ്ങനെ ഉൽപ്പലാക്ഷൻ തള്ളി 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 വെള്ളിയാഴ്ചയാക്കി. നാളെ ശനിയാഴ്ചയാണ്. ലവള് എന്തേലും പണി ഒപ്പിച്ചോണ്ട് വരും. എങ്ങനെയും മുങ്ങണം. എന്താ അപ്പൊ ഒരു വഴി? മാൻകോം AGM വിളിച്ചിട്ടുണ്ടെന്ന് പറയാം. അടി സാക്കേ ദാസാ, എനിക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാഞ്ഞത്? An idea can change your life എന്നാണല്ലോ. അങ്ങനെ ഉൽപ്പലാക്ഷൻ ആനന്ദ തുന്തിലനായി. നേരെ വാട്സാപ്പ് എടുത്ത് കൂട്ടുകാരുടെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് അങ്ങോട്ട് പോസ്റ്റ് ചെയ്യും. എനിക്കൊരു പൈന്റ് വിസ്കി 2 സോഡ. എല്ലാം ഓക്കെ, ബാക്കിയെല്ലാം പിള്ളേർ നോക്കിക്കോളും. നേരെ കുളിക്കാൻ കയറി ഒരു പാട്ടും പാടി നാട്ടാരെയും വെറുപ്പിച്ച് പുറത്തിറങ്ങി. അപ്പോ കാണുന്ന കാഴ്ചയോ, ഭാര്യ 2 സോഡയും ഒരു പൈന്റ് വിസ്കിയും പൊക്കി പിടിച്ച് നിൽക്കുന്നു മുന്നിൽ. എന്താ
ഫാമിലി ഗ്രൂപ്പിൽ എനിക്ക് 2 സോഡയും ബിസ്കിയും മെസ്സേജും വിട്ടിട്ട് ഒന്നും അറിയത്തില്ലയോ? ഉൽപ്പലാക്ഷന്റെ ആനന്ദ തുന്തിലത് ആവിയായി പോയി. ഈശ്വര, ഗ്രൂപ്പ് മാറി. കൂട്ടുകാർക്ക് അയച്ചത് നാട്ടുകാർക്ക് കിട്ടിയല്ലോ. പുരുഷു എന്നെ അനുഗ്രഹിക്കണം. സോഡ പൊട്ടിക്കാൻ വേറെ എങ്ങും പോകേണ്ടി വന്നില്ല. ഒരെണ്ണം ഉൽപ്പലാക്ഷന്റെ നെറുകന്തലയ്ക്കും മറ്റേത് നട്ടപ്പുറത്തും. കൃത്യമായി പൊട്ടി. കണ്ണുനീർ തുള്ളിയ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനേ, അഭിനന്ദനം നിനക്കഭിനന്ദനം, അഭിനന്ദനം അഭിനന്ദനം. പല പല നാളിൽ കുത്തിയിരുന്നിട്ട് എഴുതിയ കഥയാണ്. കട്ടൻ കാപ്പിയും കുടിച്ച് ഞങ്ങൾ പടച്ച കഥയാണ്. പല പല നാളിൽ തക തക പല പല നാളിൽ തക തക പല പല നാളിൽ കുത്തിയിരുന്നിട്ട് എഴുതിയ കഥയാണ്. കട്ടൻ കാപ്പിയും കുടിച്ച് ഞങ്ങൾ പടച്ച കഥയാണ്. ഞങ്ങൾ പടച്ച കഥയാണ്. ഞങ്ങൾ പടച്ച കഥയാണ്. താങ്ക് യു.